السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റു ദിവസങ്ങളില്ല. മറ്റേത് ദിവസത്തിൽ നാം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടം ഈ 10 ദിവസങ്ങളിൽ നാം ഇബാദത്ത് ചെയ്യുന്നതാണ്. ഒരു വലിയ ഫضലുണ്ട്. റമദാനിന്റെ പകലുകളേക്കാൾ ഫضൽ, അത് ശ്രേഷ്ഠത ഈ ദിവസത്തിനുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, റമദാനിന്റെ പകലുകളേക്കാൾ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പകലുകളിൽ കൂടുതലായി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ, കൂടുതലായി അദ്കാറുകൾ വർദ്ധിപ്പിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വർദ്ധിപ്പിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. ഈ ദിക്ർ കൂടുതലായി വർദ്ധിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച്. കാരണം ആ ദിക്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ തസ്ബീഹ് ഉണ്ട്, തഹ്മീദ് ഉണ്ട്, തഹ്ലീൽ ഉണ്ട്, തക്ബീർ ഉണ്ട്, എല്ലാം ഒത്തിണങ്ങിയ ഒരു ദിക്റാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ് നിങ്ങളോട് ഉണർത്താനുള്ളത്, പ്രിയപ്പെട്ടവരെ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ ഉദ്ദേശിച്ച് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിശാചിന്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ എതിർപ്പുകൾ ഉണ്ടാവും. ആ എതിർപ്പുകളിൽ അവൻ പ്രയോഗിക്കുന്ന, നമ്മെ ഉപദ്രവിക്കുന്ന ഒരു രീതിയാണ് നല്ല കാര്യങ്ങൾ നമ്മളെ മറപ്പിച്ചു കളയുക എന്നത്. അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ വിചാരിക്കാണ് എനിക്ക് അദ്കാറുകൾ കൂടുതലായി ഇന്ന് ചൊല്ലണമെന്ന് വിചാരിച്ചാൽ നമ്മൾ അദ്കാറുകൾ തുടങ്ങി പിന്നെ ജീവിതത്തിൽ നമ്മൾ പല സാഹചര്യങ്ങളാകുമ്പോൾ അതോട്ട് മറക്കും. പിശാച് മറപ്പിക്കും. കാരണം പിശാച് മറപ്പിക്കും എന്നുള്ളത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. സൂറത്തുൽ കഹ്ഫിലും സൂറത്ത് യൂസുഫിലും നമുക്കത് കാണാൻ കഴിയും. വമ അൻസാനിഹു ഇല്ല ശൈത്താൻ എന്ന ഖുർആൻ, അത് ഓർക്കുന്നതിൽ നിന്ന് പിശാച് എന്നെ മറപ്പിച്ചു കളഞ്ഞു എന്ന് ഖുർആൻ വിവരിക്കുന്നുണ്ട്. അപ്പൊ പിശാച് മറപ്പിക്കും നല്ല കാര്യങ്ങൾ. അങ്ങനെ മറക്കാതിരിക്കുന്നതിന് വേണ്ടി ചില പ്രിക്കോഷൻ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മളിന്ന് ടെക്നോളജി ഉള്ള ആളുകളാണ്. ഒരുപാട് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഒരുപാട് ദൂരെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ റിക്കറിംഗ് അലാറം, ഫ്രക്കറ്റ് അലാറം എന്ന് പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അലാറങ്ങൾ കിട്ടും. ഒരുപാട് അലാറങ്ങൾ ഉണ്ടാവും. അതില് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അലാറാണ് ഈ കാണുന്ന ഈ റിപ്പീറ്റ് അലാറം എന്ന് പറയുന്ന, റിക്കറിംഗ് അലാറം എന്ന് പറയുന്ന ഈ ഒരു സംഭവം. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സെറ്റിംഗ്സ് വരും. ആ സെറ്റിംഗ്സിൽ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ പ്രായമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളോടും മക്കളോടും നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് തരാൻ പറയുക. ആ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10 മിനിറ്റ് കൂടുമ്പോൾ, 5 മിനിറ്റ് കൂടുമ്പോൾ, 1/4 മണിക്കൂർ കൂടുമ്പോൾ ഒക്കെ അലാറം സെറ്റ് ചെയ്യാൻ പറ്റും. അലാറം എന്ന് പറഞ്ഞാൽ ഭയങ്കര അലാറം വെച്ചിട്ട് ആൾക്കാരെ, നമ്മുടെ ചുറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല. ഒരു ബീപ്പ് സൗണ്ട് മാത്രം, 2 ബീപ്പ് സൗണ്ട് മാത്രം വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് കൂടുമ്പോ അല്ലെങ്കിൽ 1/4 മണിക്കൂർ കൂടുമ്പോ നമ്മുടെ മറവിയുടെ തീവ്രത നമുക്കാണല്ലോ അറിയാം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, 10 മിനിറ്റ് കൂടുമ്പോഴോ 1/4 മണിക്കൂർ കൂടുമ്പോഴോ അരമണിക്കൂർ കൂടുമ്പോഴോ നമ്മൾ അലാറം സെറ്റ് ചെയ്യുക. അപ്പൊ ഈ സമയമാകുമ്പോൾ 2 ബീപ്പ് സൗണ്ട് നമ്മൾ കേൾക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അദ്കാറുകൾ വീണ്ടും മറന്നിട്ടുണ്ടെങ്കിൽ പുനരാരംഭിക്കുക. ദിവസം മുഴുവൻ നമ്മൾ ഏതൊക്കെ സമയത്ത് വെറുതെ ഇരിക്കുന്നുണ്ടോ ആ സമയത്ത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ദിക്റിലായിക്കൊണ്ടേയിരിക്കുക. ഈ ദിക്ർ നമ്മുടെ നാവിൽ നിന്ന് നിർത്താതെ എപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അത് വലിയൊരു അമലാണ്. അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമുള്ള സംഗതിയാണ്. അള്ളാഹുവിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അതുപോലെ ഈ ദിവസങ്ങളിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റിയ അമലുകൾ എന്തൊക്കെയാണ്? നമുക്ക് സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷം, അല്ലെങ്കിൽ ശുറൂഖിന്റെ സമയം കഴിഞ്ഞ് ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് ദുഹാ നമസ്കരിക്കാം. 8 റക്അത്ത് വരെ ദുഹാ നമസ്കരിക്കാം. 12 റക്അത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാം. ഇപ്പൊ ദുഹർ നിസ്കാരത്തിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റും, ശേഷവും 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റും. അതുപോലെ തന്നെ അസർ നമസ്കാരത്തിന്റെ മുമ്പ് നമുക്ക് 4 റക്അത്ത് നിസ്കരിക്കാൻ പറ്റും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ആരെങ്കിലും അസ്ർ നമസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അവന് അള്ളാഹുവിന്റെ കാരുണ്യവും റഹ്മത്തും ഉണ്ടാകട്ടെ എന്ന് റസൂലിന്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മഗ്രിബ് നമസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുക, ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക. അതുപോലെ തന്നെ ഇശാ നമസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുക, ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക. ഇങ്ങനെ പകല് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കൊണ്ട് എത്രയൊക്കെ അമലുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അമലുകളൊക്കെ നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അമലു സാലിഹാത്ത് വർദ്ധിപ്പിക്കുന്ന രൂപത്തിൽ ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് നമുക്ക് ഈ 9 ദിവസവും പെരുന്നാൾ വരെ ദുൽഹജ്ജ് 1, 2, 3, 4, 5 9 ദിവസവും നമുക്ക് എന്ത് ചെയ്യാം, നോമ്പെടുക്കാൻ പറ്റുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ 10 ദിവസം നമ്മൾ പാഴാക്കാതിരിക്കുക. കാരണം അള്ളാഹുവിന്റെ വജ്ഹ് നേടിയെടുക്കാൻ, അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ ഈ 10 ദിവസത്തിന്റെ പകലുകളേക്കാൾ നല്ല വേറെ പകലുകളില്ല, വേറെ ദിവസങ്ങളില്ല എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പരമാവധി ഇബാദത്തുകളിൽ, ദുആകളിലായും തിലാവത്തുകളിലായും അദ്കാറുകളിലായും നമസ്കാരങ്ങളിലായും കഴിഞ്ഞുകൂടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്കാറുകൾ ഒരിക്കലും നിങ്ങളുടെ ജോലിക്ക് തടസ്സമല്ല. പല ആളുകളും നാവ് ഉപയോഗിക്കാത്ത ജോലിയാണ്. പല സന്ദർഭങ്ങളിലും നമ്മുടെ നാവ് ഫ്രീ ആണ്. അതുകൊണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ഈ അദ്കാർ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കാം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.